നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലയിടം തുരത്ത് കുടിയൊഴിപ്പിക്കൽ കോടതിയോട് സാവകാശം ചോദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി KA തുളസി. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കുമെന്നും 10 വർഷം അധികാരത്തിലിരുന്ന് ഒന്നും ചെയ്യാത്ത ഇടതുപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പാലക്കാട്ടെത്തിയ പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ UDF പ്രവർത്തകരുടെ ഉജ്ജ്വല സ്വീകരണം. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രവണതകൾ ചെറുക്കപ്പെടേണ്ടതാണെന്നും ഇതിന് സമൂഹം മുന്നോട്ട് വരണമെന്നും കേരള ജേർണലിസ്റ്റ് യൂണിയൻ. ഉദ്യോഗസ്ഥരിൽ നിന്നും ഭരണത്തിൽ നിന്നും നീതി ലഭിക്കാതെ വരുമ്പോഴാണ് സമൂഹം മാധ്യമങ്ങളെ നീതിയുടെ നാവായി കരുതുന്നതെന്നും സമ്മേളനം. എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ വരിക്കാരുടെയും പ്രേക്ഷകരുടെയും എണ്ണം വർദ്ധിപ്പിക്കാൻ മത്സരിക്കുന്നതെന്നും ജനപക്ഷത്ത് നീതിയുടെ പക്ഷം നിലയുറപ്പിക്കാത്ത മാധ്യമങ്ങൾ മാപ്പർഹിക്കുന്നില്ലെന്നും കേരള ജേർണലിസ്റ്റ് യൂണിയൻ. സംഘടനാ സിൽവർ ജൂബിലി സമാപന സമ്മേളനം പാലക്കാട്ട്. കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ സംരക്ഷണത്തിന് ഫാർമസിസ്റ്റ് മേഖല വിപുലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വേണമെന്ന് കേരള ഗവൺമെൻറ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം. ആരോഗ്യമേഖലയുടെ നവീകരണ ഘട്ടങ്ങളിൽ സർക്കാർ ഫാർമസിസ്റ്റ് അസോസിയേഷനുമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യം. 3 ദിവസങ്ങളിലായി പാലക്കാട്ട് സംഘടിപ്പിച്ച കേരള ഗവൺമെൻറ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 69ാം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. രാജ്യത്ത് തൊഴിൽദാതാവായി റെയിൽവേയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ഹെവി ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ HD കുമാരസ്വാമി. പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത പദ്ധതികൾ കൊണ്ട് റെയിൽവേ മേഖലയിൽ ഇറക്കുമതി കുറയ്ക്കാനായെന്നും ആധുനികവൽക്കരണം കൊണ്ട് തൊഴിൽ നഷ്ടമാകില്ലെന്നും കേന്ദ്രമന്ത്രി. സർക്കാർ നിയമനത്തിലെ അനാവശ്യ കാലതാമസം റോസ്കർ മേള വന്നതോടെ അവസാനിച്ചെന്നും HD കുമാരസ്വാമി. റോസ്കർ മേള പാലക്കാട്ട്. കടം കൊടുത്ത പണം ഈടാക്കാനായി കോടതി അറ്റാച്ച് ചെയ്ത ഭൂമി മറിച്ചുവിറ്റതായി പരാതി. അട്ടപ്പാടി പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കവേലുവിനെതിരെ പുതൂർ പഞ്ചായത്തിലെ താമസക്കാരനായ ശിവദാസാണ് ആരോപണമുന്നയിച്ചത്. വില്ലേജ് ഓഫീസറെയും രജിസ്ട്രാർ ഓഫീസറെയും സ്വാധീനിച്ച് രേഖയുണ്ടാക്കി സ്ഥലം വിൽപ്പന നടത്തിയതായും ശിവദാസ്. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ചോടി. കൊല്ലത്ത് നിന്നും തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ചോടി ആന കാറും ഓട്ടോറിക്ഷയും ബൈക്കുകളും വീട്ടുമതിലും ഗേറ്റും തകർത്തു. ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയിലേക്ക് ഓടിയ ആന 2 മണിക്കൂറോളം കോളനിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ചേലക്കര അന്തിമഹാകളൻകാവ് ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട വെള്ളിമൂങ്ങ ഓട്ടോ ഇടിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. അന്തിമഹാളങ്കാവ് ഇരിപ്പിക്കൽ വീട്ടിൽ ബീര സാഹിബിൻ്റെ മകൾ മച്ചാത്തി എന്ന് വിളിക്കുന്ന ബി പാത്തുമ്മയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പാലക്കാട്ടെത്തിയ പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ UDF പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം നൽകി. മന്ത്രി KA തുളസിയും ഭർത്താവും MP-യുമായ VK ശ്രീകണ്ഠനും ഒന്നിച്ചാണ് ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറിലാണ് ഒലവക്കോട്ടെത്തിയത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം കഴിഞ്ഞ ദിവസം ഷൊർണൂരിലെത്തിയ മന്ത്രി KA തുളസി ഭർത്താവും MP-യുമായ VK ശ്രീകണ്ഠനും ഒന്നിച്ച് ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറിലാണ് ഒലവക്കോടെത്തിയത്. UDF മന്ത്രിസഭയിൽ പാലക്കാട് നിന്നുള്ള വനിതാ മന്ത്രിയാണ് KA തുളസി. മന്ത്രിക്ക് സ്വീകരണം നൽകാനായി മന്ത്രി എത്തുന്നതിന് മുന്നേ തന്നെ UDF നേതാക്കളും പ്രവർത്തകരും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. പൂച്ചെണ്ടും പൊന്നാടയും നൽകിയായിരുന്നു സ്വീകരണം. പ്രവർത്തകരുടെ ആഹ്ലാദ തിമിർപ്പിനിടയിൽ ഏറെ കഷ്ടപ്പെട്ടാണ് മന്ത്രി സ്റ്റേഷന് വെളിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലയിടം തിരുത്ത് കുടിയൊഴിപ്പിക്കൽ കോടതിയോട് സാവകാശം ചോദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി KA തുളസി. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കുമെന്നും 10 വർഷം അധികാരത്തിലിരുന്നിട്ട് ഒന്നും ചെയ്യാത്ത ഇടതുപക്ഷം തെറ്റിദ്ധാരണ പറഞ്ഞു വരുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഒലവക്കോട് UDF പ്രവർത്തകർ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു KA തുളസി. കുടിയൊഴിപ്പിക്കൽ പുതിയ സർക്കാരിൻ്റെ നടപടിയാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇടതുപക്ഷമാണ്. പുനരധിവാസമാണ് UDF നയം. 10 വർഷം ഭരിച്ചിട്ട് വിഷയത്തിൽ ഇടപെടാത്തവരാണ് ഇപ്പോൾ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് ജനങ്ങൾ വിലയിരുത്തും. പാലക്കാട് മെഡിക്കൽ കോളേജിനെ പ്രവർത്തന സജ്ജമാക്കും. മെഡിക്കൽ കോളേജിലെ നടന്ന നിയമനങ്ങളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. ജനകീയ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി എപ്പോഴും പ്രവർത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമായി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പാലക്കാട്ടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കും. ജനങ്ങളുടെ മുന്നിൽ വളരെ സുതാര്യമായ രീതിയിൽ ചെയ്യുക. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കും. കാരണം ആ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നത് കൃത്യമായിട്ടും സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്നുള്ളത് ഉറപ്പുവരുത്തും.
തീർച്ചയായും വകുപ്പിന് ചെയ്യാനുള്ളത് ഇതാണ്. കോടതി ഉത്തരവ് വളരെ ദൃഢമായിട്ട് നിലനിൽക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആളുകളെ ഏറ്റവും അടിയന്തരമായിട്ട് പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള നടപടി ആയിരിക്കില്ല. അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് കൂടിയാലോചിച്ച് മാത്രമേ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോവുകയുള്ളൂ. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ, UDF കൺവീനർ മരക്കാർ മാരായമംഗലം, UDF ചെയർമാൻ P ബാലഗോപാൽ, PV രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മന്ത്രിക്ക് സ്വീകരണമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടുന്ന പ്രവണതകൾ ചെറുക്കപ്പെടേണ്ടതാണെന്നും ഇതിന് സമൂഹം മുന്നോട്ട് വരണമെന്നും കേരള ജേർണലിസ്റ്റ് യൂണിയൻ. ഉദ്യോഗസ്ഥരിൽ നിന്നും ഭരണത്തിൽ നിന്നും നീതി ലഭിക്കാതെ വരുമ്പോഴാണ് സമൂഹം മാധ്യമങ്ങളെ നീതിയുടെ നാവായി കരുതുന്നതെന്നും സമ്മേളനത്തിൽ അവകാശപ്പെട്ടു. എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ വരിക്കാരെയും പ്രേക്ഷകരുടെയും എണ്ണം വർദ്ധിപ്പിക്കാനാണ് മത്സരിക്കുന്നതും ജനപക്ഷത്തും നീതിയുടെ പക്ഷത്തും നിലയുറപ്പിക്കാത്ത മാധ്യമങ്ങൾ മാപ്പർഹിക്കാത്തതാണെന്നും സമ്മേളനം പറഞ്ഞു. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സിൽവർ ജൂബിലി സമാപന സമ്മേളനം പാലക്കാട്ട് നടന്നു. ജനപക്ഷത്തും നീതിയുടെ പക്ഷത്തും നിലയുറപ്പിക്കാത്ത മാധ്യമങ്ങൾ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്യുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം കവരുന്നത് ഭരണകൂട ഭീകരതയാണെന്നും സമ്മേളനം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരുടെ സംഘടനയുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ 1 ഡസനോ 1 ഡസനോ കടന്നേക്കാം. പക്ഷേ കാതലായി പ്രവർത്തിക്കുന്ന, ശക്തമായി പ്രവർത്തിക്കുന്ന 14 ജില്ലാ കമ്മിറ്റികളുള്ള 150 മേഖലാ കമ്മിറ്റികളുള്ള സംഘടന ഏതാണെന്ന് പരിശോധിക്കുമ്പോൾ അത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ മാത്രമാണെന്ന് ആത്മാഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലെയും തെരഞ്ഞെടുക്ക മാധ്യമ പ്രവർത്തകർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ സംഘടനയുടെ കരുത്തിന്റെയും ഈ സംഘടനയുടെ വളർച്ചയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളതും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനും കഴിയുന്നത്. ആ നിലയിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന സംഘടനയായി കേരളത്തിൽ നമ്മുടെ സംഘടന മാറിയിട്ടുണ്ട്. സിൽവർ ജൂബിലി സമാപന സമ്മേളനം പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരായ റോയ് മാത്യു S, ജഗദീഷ് ബാബു എന്നിവർ KJUവിനെ കുറിച്ച് സംസാരിച്ചു. ചടങ്ങിൽ KJU ന്യൂസിന്റെ പ്രകാശനവും നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KC മിജിൻ, ട്രഷറർ EP രാജീവ്, KGU വനിതാ വിംഗ് സംസ്ഥാന കൺവീനർ ആശ അപ്പുകുട്ടൻ, സംഘടനാ സമിതി ചെയർമാൻ TV ശിവദാസ്, കൺവീനർ C രാമൻകുട്ടി, ട്രഷറർ ഷിബു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സംരക്ഷണത്തിന് ഫാർമസിസ്റ്റ് മേഖല വിപുലപ്പെടുത്താനും ശക്തിപ്പെടുത്തുകയും വേണമെന്ന് കേരള ഗവൺമെൻറ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 69ാമത് സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ആരോഗ്യ മേഖലയുടെ നവീകരണ ഘട്ടങ്ങളിൽ സർക്കാർ ഫാർമസിസ്റ്റ് അസോസിയേഷനുമായി ചർച്ച ചെയ്യണമെന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 3 ദിവസങ്ങളിലായി പാലക്കാട്ട് സംഘടിപ്പിച്ച സംഘടനാ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. ആശുപത്രികളിലെ മരുന്ന് വിതരണം കൂടാതെ ആർദ്രം പോലുള്ള സർക്കാർ ആരോഗ്യ സേവന പദ്ധതികളും നടപ്പിലാക്കേണ്ടി വരുന്നത് ജോലിഭാരം അമിതമായി വർദ്ധിക്കുന്നുണ്ട്. തിരക്കേറിയ ആശുപത്രികളിൽ മരുന്ന് വിതരണ കേന്ദ്രത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് രോഗികൾക്കും പരിപാലകർക്കും ആശ്വാസമാണ്. ഒഴിവുകൾ നികത്താത്തതും കാലോചിതമായ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തതും പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട്. ഫാർമസി മേഖല ശക്തിപ്പെടുത്താനും ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുൻപിൽ വയ്ക്കാനും ഫാർമസിസ്റ്റ് അസോസിയേഷൻ സമ്മേളനം തീരുമാനിച്ചു. മുഖേന ഒത്തിരി അടിസ്ഥാന സൗകര്യങ്ങൾ ജില്ലയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ജില്ലയിലല്ല സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രയോജനപരമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് പേരാണ് അത്യാവശ്യമാണ്. ഇപ്പോൾ ആർദ്രം സ്കീം പ്രകാരം നമുക്ക് എല്ലാ PHCകളിലും FHSCകളാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ഫാർമസിസ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 310ഓളം ഫാർമസിസ്റ്റുകാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 60 ലാസ്റ്റ് ഇപ്പോൾ പ്രൊസസ് ചെയ്ത് നമുക്ക് ക്രിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതിക്ക് മുൻ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ മേഖല തിരിച്ച്, അതായത് ഇപ്പോൾ താലൂക്ക് ലെവൽ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങളിൽ ഫാർമസി പ്രവർത്തനത്തിൻ്റെ ഒരു പ്രവർത്തനം വിപുലീകരിച്ചുകൊണ്ട് ഒരു ക്രിയേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിലൊരു പ്രത്യേകം ഒരു ശ്രദ്ധ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 3 ദിവസങ്ങളായി നടന്ന സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ സംസ്ഥാന പ്രസിഡന്റ് അനിത, DMO TV റോഷൻ, ജനറൽ സെക്രട്ടറി അഭിലാഷ് ജയറാം, വിവിധ സംഘടനാ ഭാരവാഹികളായ KC അജിത് കുമാർ, B രാജൻ, മോഹൻദാസ് MV, സാജു കുര്യാക്കോസ്, വിനോദ് കുമാർ K, ഗണേഷ് S, വിപിൻ ചന്ദ്രൻ PP, രാജേഷ് KV, മുസ്തഫ VP, ജയശ്രീ, വിജയകുമാർ S എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാജ്യത്തെ തൊഴിൽ ദാതാവായി റെയിൽവേയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ഹെവി ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ HD കുമാരസ്വാമി.
പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത പദ്ധതികൾ കൊണ്ട് റെയിൽവേ മേഖലയിൽ ഇറക്കുമതി കുറയ്ക്കാനും ആധുനികവൽക്കരണം കൊണ്ട് തൊഴിൽ നഷ്ടമാകില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സർക്കാർ നിയമങ്ങളിലെ അനാവശ്യ കാലതാമസം റോസ്കർ മേള വന്നതോടെ അവസാനിച്ചെന്നും പാലക്കാട് റോസ്കർ മേള ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു. റെയിൽവേ യാത്ര ലോകോത്തരവും സുഖകരമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത പദ്ധതികൾ കൊണ്ട് റെയിൽവേ മേഖലയിൽ ഇറക്കുമതി കുറയ്ക്കാനായി. ആധുനികവൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ 134 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് കൈമാറി. സർക്കാർ നിയമത്തിലെ അനാവശ്യ കാലതാമസം റോസ്ഗാർ മേള വന്നതുകൂടി അവസാനിച്ചുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Before Rozgar Mela, recruitment processes in many departments took 12 to 18 months after examination results. This initiative has dramatically compressed the timeline by bringing all ministries and departments into mission mode. It has created accountability within the systems and ensured that vacancies affecting public services are filled without unnecessary delay. The increasing participation of women in government service. In the January 2026 edition alone, over 8,000 women received appointment letters. This reflects the transformative social change taking place under the leadership of Prime Minister Narendra Modi ji, where women are emerging as equal partners in nation building across sectors. മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്മിതേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രി ഓൺലൈനിലൂടെ മേള ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു പാലക്കാട് നിയമന ഉത്തരവുകൾ വിതരണം ആരംഭിച്ചത്. റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കടം കൊടുത്ത പണം ഈടാക്കാനായി കോടതി അറ്റാച്ച് ചെയ്ത ഭൂമി മറിച്ചുവിറ്റതായി ആരോപണം. അട്ടപ്പാടി പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കുവേലുവിനെതിരെ പുതൂർ പഞ്ചായത്തിലെ താമസക്കാരനായ ശിവദാസാണ് ആരോപണം ഉന്നയിച്ചത്. വില്ലേജ് ഓഫീസറെയും രജിസ്ട്രാർ ഓഫീസിനെയും സ്വാധീനിച്ച് രേഖയുണ്ടാക്കി സ്ഥലം വിൽപ്പന നടത്തിയെന്നും ശിവദാസൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കരാറുകാരനായ തങ്കവേലുവിന് 2012 6 ലക്ഷം രൂപ ബാങ്ക് പലിശയ്ക്ക് ശിവദാസൻ നൽകിയിരുന്നു. പ്രമാണങ്ങൾ എഴുതി വാങ്ങിയാണ് തങ്കവേലുവിന് പണം നൽകിയത്. പണം തിരികെ കിട്ടാതെ വന്നതോടെ മണ്ണാർക്കാട് കോടതിയെ സമീപിച്ചു. പണം ഈടാക്കാനായി കോടതി അറ്റാച്ച് ചെയ്ത സ്ഥലത്ത് കഴിഞ്ഞ മാർച്ചിൽ വ്യാജരേഖയുണ്ടാക്കി വിൽപ്പന നടത്തിയത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് പുതൂർ പഞ്ചായത്ത് ഭരിക്കുന്ന തങ്കവേലു കോടതിയെ പോലും പറ്റിച്ചിരിക്കുകയാണെന്നും ശിവദാസൻ പറഞ്ഞു. പലിശയും മുതലും ചോദിച്ചു. അപ്പൊ പലിശക്കാണ് കൊടുത്തത്. അതെ ബാങ്ക് പലിശയാണ് ഇട്ട് തന്നിരിക്കുന്നത്. ഇപ്പൊ ബാങ്ക് പലിശയാണ് ഇട്ട് കോടതി ഇപ്പൊ വിധിയാക്കി തന്നിട്ടുണ്ട്. നമുക്ക് കോടതി ഒന്ന് നമുക്ക് വിധിയാപ്പെടുത്തുന്നു. ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ പൈസ പഠിത്തുന്നു പറഞ്ഞു. പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അയാൾ കേസ് കൊടുത്തോ? അയാൾ കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പിന്നെ പൈസക്ക് വേണ്ടി കോടതിയിൽ പോയി. കേസ് കൊടുത്ത എനിക്ക് ഞാൻ പൈസ കൊടുത്ത പൈസ ചോദിക്കാൻ പോകുന്നത്. ഇല്ലാതെ കള്ളക്കടത്ത് തോന്നില്ലല്ലോ. നിങ്ങൾ കുബേരൻ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ DSP അവിടെയൊക്കെ പോലീസ് കേസ് കൊടുത്തു. 2-3 വട്ടം കൊടുത്തപ്പോ കേസ് എടുത്തില്ല. പോലീസുകാർ കേസ് എടുത്തില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടി. കൊല്ലത്തു നിന്നും തൃശ്ശൂരിലേക്ക് ഉത്സവത്തിന് എത്തിച്ച ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ഇടഞ്ഞോടിയ ആന ഓട്ടോറിക്ഷയും ബൈക്കുകളും വീട്ടുമതിലും ഗേറ്റും ഉൾപ്പെടെ തകർത്തു. ഇടഞ്ഞോടിയ ആന ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയിൽ 2 മണിക്കൂറോളം പരിഭ്രാന്തി സൃഷ്ടിച്ചു. ശനിയാഴ്ച രാവിലെ 9:15 സംഭവം. കുളിപ്പിക്കാൻ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്നതിനിടെ ചെമ്പൂക്കാവ് ടൗൺ ഹാളിന് മുന്നിൽ നിന്നാണ് ആന ഇടഞ്ഞോടിയത്. ഓട്ടത്തിനിടെ വഴിയിലുണ്ടായിരുന്ന കാറും ഓട്ടോറിക്ഷയും ആന തകർത്തു. ചെമ്പൂക്കാവിൽ നിന്നും ഓടിയ ആന 2 കിലോമീറ്ററോളം ദൂരം ഓടി ചേറൂർ ഗാന്ധിനഗർ വരെ എത്തി. ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയിലേക്ക് കടന്ന ആന ഹൗസിംഗ് കോളനിയിലെ ഇടവഴികളിലൂടെയും ഓടി. ഇതിനിടെ ഇരുചക്രവാഹനങ്ങളും വീട്ടുമതിലുകളും ഗേറ്റുകളും ഉൾപ്പെടെ ആന തകർത്തു. ആന 2 മണിക്കൂറോളം ഹൗസിംഗ് കോളനിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതിനിടെ പോലീസും എലിഫന്റ് സ്ക്വാഡും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഏറെ നേരം പണിപ്പെട്ടാണ് ആനയുടെ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആനയെ തളച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കര അന്തിമാളാങ്കാവ് ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട വെള്ളിമൂങ്ങ ഓട്ടോ ഇടിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞ വയോധിക മരിച്ചു. അന്തിമഹ കാളൻകാവ് ഇരിപ്പിക്കൽ വീട്ടിൽ ബീര സാഹിബിൻ്റെ മകൾ മച്ചാത്തി എന്ന് വിളിക്കുന്ന ബി പാത്തുമ്മയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചത്. 79 വയസ്സായിരുന്നു.
വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂർ ശിവക്ഷേത്രത്തിന് സമീപത്തായി നിയന്ത്രണം വിട്ട നാനോ കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്നത് 4 പേരാണ്. പരിക്കേറ്റവർ വല്ലപ്പുഴയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഈ പ്രദേശത്ത് മുൻപും നിയന്ത്രണം വിട്ട വാഹനങ്ങൾ പാടത്തേക്ക് മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സംസ്ഥയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി 100 പ്രകാശ വർഷങ്ങൾ എന്ന ശീർഷകത്തിൽ 2027 ജനുവരിയിൽ 28, 29, 30, 31 തീയതികളായി മലപ്പുറം വാദി ഹറമൈനിൽ നടക്കുന്ന മഹാസമ്മേളനത്തിന് മുന്നോടിയായി കേരള മുസ്ലിം ജമാഅത്ത് വടക്കാഞ്ചേരി സോൺ തല പ്രചാരണ ഉദ്ഘാടനം ചെറുതുരുത്തി EK നായനാർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന തൃശൂർ ജില്ലാ സെക്രട്ടറി മുസ്തഫ കാമിൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഈ 100 വർഷങ്ങളെക്കുറിച്ച് പ്രകാശവർഷമെന്ന് പറയുന്നത് അത് കേവലം ഒരു ആലങ്കാരികമല്ല, അല്ലെങ്കിൽ ഒരു ഭംഗി വാക്കല്ല. അർത്ഥവത്തായ ഈ രാജ്യത്തെ വിശിഷ്യ മുസ്ലിം സമൂഹത്തിന് അവരുടെ വിശ്വാസവും അവരുടെ ജ്ഞാനവും അവരുടെ ജീവിതത്തിൻ്റെ സംസ്കാരവും വ്യവഹാരങ്ങളുമൊക്കെ ആത്മചൈതന്യത്തിൻ്റെ പ്രകാശം കൊണ്ട് ജ്വലിപ്പിച്ച 100 വർഷക്കാലമാണ് കഴിഞ്ഞു പോകുന്നത്. സോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ അബ്ദുള്ള അൻവരി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി പ്രമേയ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്തെ ജില്ലാ നേതാക്കളായ വരവൂർ മുഹീദ്ദീൻ കുട്ടി സഖാഫി, MS മുഹമ്മദ് ഹാജി, KR മുഹമ്മദ് അൻവരി, KK മുഹമ്മദ് സഖാഫി, ചെറുതുരുത്തി മഹല്ല് പ്രസിഡന്റ് സൈദലവി ഹാജി, SSF ജില്ലാ സെക്രട്ടറി KM മുഹമ്മദ് അനസ്, അബ്ദുൽ റഷീദ് സഖാഫി, PSA വഹാബ് ഹാജി വരവൂർ, KA അലി അഷ്റഫി, അബ്ദുൽ ഖാദർ സഖാഫി, ഹുസൈൻ സഖാഫി, അബ്ദുൽ ലത്തീഫ് സഖാഫി, മരക്കാർ മുസ്ലിയാർ, സൈദലവി ഇർഷാദി, അബ്ദുൽ ഹക്കീം ചെറുതുരുത്തി, ഷറഫുദ്ദീൻ സഖാഫി എന്നിവർ സംസാരിച്ചു. സോൺ സെക്രട്ടറി മൊയ്തീൻ കുട്ടി സഖാഫി സ്വാഗതവും സോൺ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാറൂനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ വീണ്ടും ബസ് യാത്രക്കാർക്ക് ശല്യമായി തെരുവ് നായ്ക്കൾ. സ്റ്റാൻഡിലെത്തിയ യാത്രക്കാർക്കു നേരെ കുരച്ചു ചാടിയെന്നാണ് യാത്രക്കാരുടെ പരാതി. ശനിയാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. യാത്രക്കാർ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതിനാൽ താഴയുടെ കടിയേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ബസ് കയറാനും ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയിലാണെന്നും യാത്രക്കാർ പറയുന്നു. കൂട്ടത്തോടെ നായ്ക്കൾ തമ്പടിച്ച് കിടക്കുന്നതിനാൽ യാത്രക്കാർക്ക് കടയിലേക്കും കയറാനും പറ്റാത്ത അവസ്ഥയിലാണ്. ബന്ധപ്പെട്ടവർ സ്വത്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കോട്ടായിൽ കുടുംബശ്രീ ADS പരിശീലനം സംഘടിപ്പിച്ചു. റിതം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം R കേശവൻ, CR ശിവശങ്കരൻ, C ബിന്ദു, മുഹമ്മദ് ഹാരിസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗ്ലോറി മോൾ ജോൺ, പെരിങ്ങോട്ടുകുരിശി CDS ചെയർപേഴ്സൺ C ബിന്ദു എന്നിവർ സംസാരിച്ചു. സ്പാരോ ടീം അംഗങ്ങളായ കുഞ്ഞിലക്ഷ്മി, പ്രമീള, ആതിര, ശ്രീജ എന്നിവർ ക്ലാസ് എടുത്തു. CDS ചെയർപേഴ്സൺ R റിൻസി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ R രമി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പള്ളി UP സ്കൂൾ ഗ്രൗണ്ടിൽ പ്രദേശത്തെ കുട്ടികൾക്കായി ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളുമായി 50ഓളം പേരാണ് പങ്കെടുക്കുന്നത്. വാർഡ് കൗൺസിലറും വൈസ് ചെയർമാനുമായ VK അനുരജാണ് ക്യാമ്പ് നടപ്പിലാക്കുന്നത്. കുളപ്പുള്ളിയിലെ UP സ്കൂൾ മൈതാനിലാണ് ഫുട്ബോൾ പരിശീലനം. 5ാം വാർഡ് പ്രദേശത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായാണ് ഫുട്ബോളിൽ പരിശീലനം നൽകുന്നത്. കുഞ്ഞു എന്ന പ്രവീണാണ് ഫുട്ബോളിൽ പരിശീലനം നൽകുന്നത്. അഞ്ചാം വാർഡ് കൗൺസിലറും നഗരസഭാ വൈസ് ചെയർമാനുമായ VK അനുരാജിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ഫുട്ബോൾ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രദേശത്തെ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള 50ഓളം കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. രാവിലെ 6:30 മുതൽ 8:30 വരെയാണ് ക്യാമ്പ്. മയക്കുമരുന്ന് പോലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒന്നും ഇടപെടാതെ കായിക വിനോദമായ ഫുട്ബോളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾക്ക് ഫുട്ബോളിൽ പരിശീലനം നൽകുന്നതെന്ന് VK അനുരാജ് STയോട് പറഞ്ഞു. എൻ്റെ വാർഡ് പ്രദേശത്തെ ഏകദേശം 50ഓളം വരുന്ന കുട്ടികൾക്കാണ് നമ്മൾ ഈ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിലവിൽ ഫുട്ബോൾ എന്നത് ലോകത്താകെ എല്ലാ തരത്തിലുള്ള വേർതിരിവുകൾക്കും അതീതമായി ലോകത്തെ മുഴുവൻ ഒന്നിക്കുന്ന ഒരു വിനോദമാണ്.
നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ ഈ ഫുട്ബോളിന് അഡിക്റ്റ് ആയിട്ടാണ് നമ്മളൊക്കെ വളർന്നത്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ മൊബൈലിലും മറ്റ് ലഹരി പ്രവർത്തനങ്ങൾക്കൊക്കെ വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാതെ കുട്ടികളെ ഫുട്ബോൾ പോലുള്ള കായിക വിനോദത്തിലേക്ക് ആകർഷിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. VK അനുരാജും പരിശീലനത്തിൻ്റെ ഭാഗമാകാറുണ്ട്. ചെറുപ്പം മുതൽക്കേ ഫുട്ബോളിനോട് ഇഷ്ടമാണ് VK അനുരാജിന്. ഇപ്പോൾ നല്ലൊരു ഫോർവേഡ് പ്ലെയർ കൂടിയാണ്. സ്കൂൾ പഠനകാലത്ത് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി സർട്ടിഫിക്കറ്റുകളും ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഷൊർണൂർ സോക്കർ സ്പോർട്ടിംഗ് ക്ലബ്ബ് നടത്തിയ പരിശീലന ക്യാമ്പിൽ അനുരാജ് പങ്കെടുത്ത് പരിശീലനം നേടിയിട്ടുണ്ട്. 5-ാം വാർഡ് പ്രദേശത്തെ കുട്ടികൾക്കായി 10 ദിവസങ്ങളായാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാക്കളരി ശാസ്ത്ര പുസ്തക പരിചയം സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന വായനാക്കളരി പെരിന്തൽമണ്ണ മാത്തമാറ്റിക്സ് PTM ഗവൺമെൻറ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ P. സുമ ഉദ്ഘാടനം ചെയ്തു. ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് വായനാകളരി സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം M. പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മനോജ് സ്വാഗതം പറഞ്ഞു. ലൈബ്രറി സെക്രട്ടറി KC രാജൻ, വൈസ് പ്രസിഡന്റ് RG പിള്ള എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ R. മണി, K. സുരേഷ്, ശ്രീജ ഹരിദാസ്, MC ശങ്കരൻ, ലൈബ്രറിയന്മാരായ CK ഗോവിന്ദൻകുട്ടി, M. റമല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിൽ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭാ കുട്ടികൾക്കായി സംഘടിപ്പിച്ച പരിശീലന ക്യാമ്പ് തുടരുന്നു. കുട്ടികളുടെ സമഗ്ര വികസനത്തിനും സാമൂഹ്യ ബോധവൽക്കരണത്തിനും വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ അറിവുകൾ ലഭിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. പരിശീലന ക്യാമ്പിന്റെ ഭാഗമായി ശനിയാഴ്ച എക്കോ ഡ്രാമ, ഒരു കുട്ടി എങ്ങനെ മറ്റൊരു കുട്ടിയെ വിലയിരുത്താം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കൂടുതൽ അറിവ് നേടാനായതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. റിസോഴ്സ് പേഴ്സൺമാരായ ബേബി ഗിരിജ, ഭാനുമതി എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കുട്ടികളുടെ സമഗ്ര വികസനത്തിനും സാമൂഹ്യ ബോധവൽക്കരണത്തിനും വേണ്ടിയാണ് ഷൊർണൂർ നഗരസഭയിൽ CDSന്റെ നേതൃത്വത്തിൽ ബാലവേദി കുട്ടികൾക്കായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെസ്റ്റ് ഇവ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 100-ൽ പരം കുട്ടികൾ പങ്കെടുത്തു വരുന്നുണ്ട്. 3 ദിവസത്തെ ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചരമം. പറളി ആറുപുഴ ചെറുവത്തൂർ വീട്ടിൽ പരേതനായ സേതുമാധവൻ നായരുടെ ഭാര്യ മീനാക്ഷിക്കുട്ടിയമ്മ നിര്യാതയായി. മക്കൾ മോഹൻദാസ്, വിലാസിനി, സുരേഷ് കുമാർ, ജയശ്രീ, ശ്രീലത, ഗീത. മരുമക്കൾ രശ്മി, പരേതനായ മുരളീധരൻ, പ്രീത, ശശികാന്ത്, ഹരിദാസൻ, സന്തോഷ്. ഇനി മാറ്റുലി. CPMന്റെ കനത്ത തോൽവി. പ്രശ്നങ്ങളെല്ലാം കണ്ടറിഞ്ഞ് തിരുത്തിയില്ലെങ്കിൽ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാകില്ലെന്ന് CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. താങ്കൾ ഈ വിഷയത്തെ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. CPM തെറ്റായ നയസമീപനങ്ങൾ എടുക്കുമ്പോൾ തന്നെ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തുന്നതിന് പകരം അവർ സ്വയം ന്യായീകരിക്കുകയും ജനങ്ങളെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് CPMന്റെ ഇത്രയും വലിയ തിരിച്ചടിക്കുണ്ടായ കാരണം. അത് തിരുത്താത്തിടത്തോളം കാലം CPM വീണ്ടും തകർത്തടിയുക തന്നെ ചെയ്യുക എന്നല്ലാതെ അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഒരിക്കലും സാധ്യമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഇടതുപക്ഷത്തിന് കനത്ത പരാജയമാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ജില്ലയിൽ പോലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ കാരണം ജനങ്ങളോട് പെരുമാറുന്ന നേതാക്കന്മാരുടെ രീതി ഒരല്പം ധാർഷ്ട്യം നിറഞ്ഞതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്തിലും ജില്ലയിലുമുള്ള നേതാക്കന്മാരാണ് അതിന് ഉത്തരവാദികൾ. പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിലെല്ലാം തന്നെ വികസന പ്രവർത്തനങ്ങളും എല്ലാ തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഇടപെടലുകളും നടത്തി പഞ്ചായത്തുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇലക്ഷനിൽ നേരിട്ടത്. പക്ഷെ അത് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ നേതൃത്വപരമായി പ്രതിപക്ഷ നേതാവ് വളരെയേറെ ഇടപെടലുകൾ നടത്തുകയും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തതും തോൽവിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. തുടർ ഭരണം ലഭിക്കും എന്നുള്ള അമിത വിശ്വാസം നേതാക്കന്മാരുടെ പെരുമാറ്റ രീതിയെ ബാധിച്ചു. പൊതുവെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും സംഭവിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ
വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഗവൺമെൻറ്റിന് ഏറ്റ പരാജയം ചെറുതല്ല എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എന്നിരുന്നാലും വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, മനുഷ്യരോടുള്ള ഇടപെടലുകളും ബാധകമാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന സന്ദേശം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയിടം തുരത്ത് കുടിയൊഴിപ്പിക്കൽ കോടതിയോട് സാവകാശം ചോദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി KA തുളസി. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കുമെന്നും 10 വർഷം അധികാരത്തിലിരുന്ന് ഒന്നും ചെയ്യാത്ത ഇടതുപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പാലക്കാട്ടെത്തിയ പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ UDF പ്രവർത്തകരുടെ ഉജ്ജ്വല സ്വീകരണം. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രവണതകൾ ചെറുക്കപ്പെടേണ്ടതാണെന്നും ഇതിന് സമൂഹം മുന്നോട്ട് വരണമെന്നും കേരള ജേർണലിസ്റ്റ് യൂണിയൻ. ഉദ്യോഗസ്ഥരിൽ നിന്നും ഭരണത്തിൽ നിന്നും നീതി ലഭിക്കാതെ വരുമ്പോഴാണ് സമൂഹം മാധ്യമങ്ങളെ നീതിയുടെ നാവായി കരുതുന്നതെന്നും സമ്മേളനം. എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ വരിക്കാരുടെയും പ്രേക്ഷകരുടെയും എണ്ണം വർദ്ധിപ്പിക്കാൻ മത്സരിക്കുന്നതെന്നും ജനപക്ഷത്ത് നീതിയുടെ പക്ഷം നിലയുറപ്പിക്കാത്ത മാധ്യമങ്ങൾ മാപ്പർഹിക്കുന്നില്ലെന്നും കേരള ജേർണലിസ്റ്റ് യൂണിയൻ. സംഘടനാ സിൽവർ ജൂബിലി സമാപന സമ്മേളനം പാലക്കാട്ട്. കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ സംരക്ഷണത്തിന് ഫാർമസിസ്റ്റ് മേഖല വിപുലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വേണമെന്ന് കേരള ഗവൺമെൻറ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം. ആരോഗ്യമേഖലയുടെ നവീകരണ ഘട്ടങ്ങളിൽ സർക്കാർ ഫാർമസിസ്റ്റ് അസോസിയേഷനുമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യം. 3 ദിവസങ്ങളിലായി പാലക്കാട്ട് സംഘടിപ്പിച്ച കേരള ഗവൺമെൻറ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 69ാം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. രാജ്യത്ത് തൊഴിൽദാതാവായി റെയിൽവേയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ഹെവി ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ HD കുമാരസ്വാമി. പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത പദ്ധതികൾ കൊണ്ട് റെയിൽവേ മേഖലയിൽ ഇറക്കുമതി കുറയ്ക്കാനായെന്നും ആധുനികവൽക്കരണം കൊണ്ട് തൊഴിൽ നഷ്ടമാകില്ലെന്നും കേന്ദ്രമന്ത്രി. സർക്കാർ നിയമനത്തിലെ അനാവശ്യ കാലതാമസം റോസ്കർ മേള വന്നതോടെ അവസാനിച്ചെന്നും HD കുമാരസ്വാമി. റോസ്കർ മേള പാലക്കാട്ട്. കടം കൊടുത്ത പണം ഈടാക്കാനായി കോടതി അറ്റാച്ച് ചെയ്ത ഭൂമി മറിച്ചുവിറ്റതായി പരാതി. അട്ടപ്പാടി പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കവേലുവിനെതിരെ പുതൂർ പഞ്ചായത്തിലെ താമസക്കാരനായ ശിവദാസാണ് ആരോപണമുന്നയിച്ചത്. വില്ലേജ് ഓഫീസറെയും രജിസ്ട്രാർ ഓഫീസറെയും സ്വാധീനിച്ച് രേഖയുണ്ടാക്കി സ്ഥലം വിൽപ്പന നടത്തിയതായും ശിവദാസ്. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടി. കൊല്ലത്ത് നിന്നും തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞോടി ആന കാറും ഓട്ടോറിക്ഷയും ബൈക്കുകളും വീട്ടുമതിലും ഗേറ്റും തകർത്തു. ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയിലേക്ക് ഓടിയ ആന 2 മണിക്കൂറോളം കോളനിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ചേലക്കര അന്തിമഹാകളൻകാവ് ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട വെള്ളിമൂങ്ങ ഓട്ടോ ഇടിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. അന്തിമഹാളങ്കാവ് ഇരിപ്പിക്കൽ വീട്ടിൽ ബീര സാഹിബിൻ്റെ മകൾ മച്ചാത്തി എന്ന് വിളിക്കുന്ന ബി പാത്തുമ്മയാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.